മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സൈക്കോ ത്രില്ലർ മൂവീസിൽ ഒന്നാണ് മണിച്ചിത്രത്താഴ്. അതിലെ ഗംഗ എന്ന കഥാപാത്രം നാഗവല്ലിയായി മാറുന്നത് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി അഥവാ അപര വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം എന്ന വാക്കുകൾ ഒരുപക്ഷെ നമുക്ക് സുപരിചിതമായത് ഈ സിനിമയിലൂടെ ആയിരിക്കും. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ലോകത്തു നിന്നും ഇങ്ങനെ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 250ഓളം വ്യക്തിത്വങ്ങളുമായി ജീവിക്കുന്ന മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന രോഗാവസ്ഥയിലുള്ള ജെനി ഹെയ്ൻസിലൂടെ അറിയാം ഈ മാനസിക രോഗാവസ്ഥയെക്കുറിച്ച്. ജെനി ഹെയ്ൻസിൻ്റെ കഥ ഇങ്ങനെയാണ്. ജെനി ഹെയ്ൻസ് ലണ്ടനിലാണ് ജനിച്ചത്. ഏതൊരു കുഞ്ഞിനെയും പോലെ നിഷ്കളങ്ക ആയിരുന്നു അവളും. എന്നാൽ വിധി അവളെ കാത്തുവച്ചത് വലിയൊരു ദുരന്തമായിരുന്നു. അവളുടെ 4-ാം വയസ്സിൽ അവളുടെ കുടുംബം ഓസ്ട്രേലിയയിലേക്ക് താമസം മാറി. അവിടെ വച്ച് അവളുടെ അച്ഛൻ അവളെ അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കി. മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനായി സാമൂഹികമായി ഇടപെടുന്നതിൽ നിന്നും അവളെ വിലക്കി. പലപ്പോഴും ശാരീരിക പീഡനത്തിന് അവളെ വിധേയമാക്കി. അവളുടെ കുഞ്ഞു ശരീരം വേദനയിലമർന്നു. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പോലും അവൾക്ക് നിഷേധിച്ചു. കടുത്ത വേദനയിലും പിന്നെയും അയാൾ അവളെ ഉപദ്രവിച്ചു. അവളുടെ 11 വയസ്സുവരെ ഇത് തുടർന്നു. ഇതിനെ തുടർന്ന് ഒറ്റയ്ക്കായ ജെനിയുടെ മനസ്സ് പല പല വ്യക്തിത്വങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. ഇത്തരം അനുഭവങ്ങൾ തനിക്കല്ല, പകരം മറ്റൊരാൾക്കാണ് സംഭവിക്കുന്നത് എന്ന രീതിയിൽ അവൾ കഴിയാൻ തുടങ്ങി. സിംബണി എന്നൊരു വ്യക്തിത്വം അവളിൽ ഉടലെടുത്തു. തനിക്ക് സംഭവിക്കുന്നതെല്ലാം സിംബണിക്ക് സംഭവിക്കുന്നതാണെന്ന ഒരു ബോധം അവളുടെ ഉപബോധ മനസ്സിൽ സൃഷ്ടിച്ചെടുത്തു. പിന്നീട് പലതരം പേഴ്സണാലിറ്റീസ് അവളിൽ ഉടലെടുത്തു. മസിൽസ് എന്ന ടീനേജ് പയ്യൻ, വോൾക്കാനോ എന്ന സ്ട്രോങ് ബോയ്, റിക്കി, ലിൻഡ, അങ്ങനെ 250ഓളം വ്യക്തിത്വങ്ങൾ അവളിൽ ഉടലെടുത്തു. അവളുടെ 11-ാം വയസ്സിൽ അവളുടെ പേരൻസ് ഡിവോഴ്സ്ഡായി. പക്ഷേ ജെനിയിൽ അയാൾ ഏൽപ്പിച്ച ആഘാതങ്ങൾ വലുതായിരുന്നു. ജെനിക്ക് ഇപ്പോൾ 50 വയസ്സുണ്ട്. ചെറുപ്പത്തിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തതുകൊണ്ട് അവളിൽ പല രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടായി. അവളുടെ കണ്ണുകൾക്ക് കാഴ്ച കുറഞ്ഞു. അവളുടെ ശരീരമാകെ പല പ്രശ്നങ്ങളുമുണ്ടായി. അവളിൽ ഡോക്ടർമാർ പല ഓപ്പറേഷനുകൾ നടത്തി. ഇതാണ് ജെനി ഹെയ്ൻസിൻ്റെ കഥ. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.